പശുക്കൾ കൂട്ടത്തോടെ ചത്ത ഇടുക്കി വെളിയാമറ്റത്തെ കൊട്ടിക്കർഷകരെ സന്ദർശിച്ച മന്ത്രിമാരായ ജെ ചിഞ്ചുറാണിയും റോഷി അഗസ്റ്റിനും വീട്ടിലെത്തി കുട്ടികളെ ആശ്വസിപ്പിച്ചു. 5 പശുക്കളെ നൽകുമെന്നും മിൽമ 45,000 രൂപ അടിയന്തര സഹായമായി അനുവദിക്കുമെന്നും മന്ത്രി പറഞ്ഞു. നടൻ ജയറാമും കുട്ടികൾക്ക് 5 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി. സാഗർ വാർത്തയുടെ വിവരങ്ങളുമായി ചേരും. സാഗർ, നന്മയുള്ള കരുതലുള്ള ഒരിടപെടലാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. തീർച്ചയായും അഭിനന്ദനാർഹമാണ്. കൃത്യമായൊരു ചേർത്തുപിടിക്കൽ ഈ കുഞ്ഞുങ്ങൾക്കായി നടത്തിയെന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പം നടൻ ജയറാമിന്റെ ഇടപെടലും ഏറെ ശ്രദ്ധേയമായി. തീർച്ചയായും കുട്ടി ക്ഷീര കർഷകർക്ക് സമൂഹവും എല്ലാം തന്നെ സമൂഹം, മന്ത്രിമാരും സർക്കാരും സിനിമാ മേഖല ഉൾപ്പെടെ ഈ കുട്ടികളെ ചേർത്ത് പിടിക്കുന്ന ഒരു കാഴ്ചയാണ് നാം ഇന്ന് കണ്ടത്. ഇന്നലെ പുതുവർഷ രാവിലാണ് ഈ കുട്ടികൾ വളർത്തിയിരുന്ന 13ഓളം പശുക്കൾ ചത്തു വീണത്. ഇവർ കപ്പത്തൊലി നൽകിയതിനെ തുടർന്നായിരുന്നു ഈ 13 പശുക്കളും ചത്തു വീണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായത്. ഇന്നലെ മുതൽ തന്നെ മന്ത്രിമാരടക്കം ഈ കുട്ടികളെ നേരിട്ട് വിളിക്കുകയും വീട്ടിലെത്തി ആശ്വസിപ്പിക്കുകയും ചെയ്തിരുന്നു. ഉന്നത ഉദ്യോഗസ്ഥരടക്കം കുട്ടികളുടെ വീട്ടിൽ ഇന്നലെ മുതൽ എത്തിയിരുന്നു. തുടർന്നാണ് ഇന്നലെ മന്ത്രി ചിഞ്ചുറാണി ഈ കുട്ടികളെ ഫോണിൽ വിളിച്ച് എല്ലാവിധ സഹായവും വാഗ്ദാനം നൽകുകയും നേരിട്ട് എത്തുമെന്ന് അറിയിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് ഇന്ന് രാവിലെ 10:30 മന്ത്രിമാരായ റോഷി അഗസ്റ്റിനും ചിഞ്ചുറാണിയും ഈ കുട്ടികളെ ചേർത്ത് പിടിക്കുവാനായി വീട്ടിലെത്തി. നിറകണ്ണുകളോടെയാണ് ഈ കുട്ടികൾ ഈ മന്ത്രിമാരെ ഉൾപ്പെടെയുള്ളവരെ സ്വീകരിച്ചത്. കാരണം ഇന്നലെ ഈ 13 പശുക്കൾ ചത്ത സംഭവത്തിൽ ഈ കുട്ടി ഇത് അറിഞ്ഞ ഉടൻ തന്നെ ബോധം കെട്ട ആശുപത്രിയിലായിരുന്നു. തുടർന്ന് ഇന്നലെ വൈകുന്നേരത്തോടെയാണ് കുട്ടിയും കുട്ടിയുടെ അമ്മയും വീട്ടിൽ തിരിച്ചെത്തിയത്. ഇന്ന് രാവിലെ എത്തിയ മന്ത്രിമാർ ഇവർക്ക് വലിയൊരു പ്രതീക്ഷയും വലിയൊരു ആശ്വാസവും തന്നെയാണ് നൽകിയത്. സർക്കാർ അടിയന്തരമായി 5 പശുക്കളെ ഇവർക്ക് നല്ല പശുക്കളെ 5 നൽകുമെന്ന് സർക്കാർ അറിയിച്ചു. ഇത് മാട്ടുപ്പെട്ടിയിൽ നിന്നുള്ള ഫാമിൽ നിന്നാകും ഈ പശുക്കളെ നൽകുക. ഇത് ഈ ആഴ്ച തന്നെ ഈ പശുക്കളെ 5 പശുക്കളെ സർക്കാർ നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ സാമ്പത്തിക സഹായം നൽകുന്നത് സംബന്ധിച്ച ആവശ്യം അടുത്ത ദിവസം ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഉന്നയിക്കുമെന്നും മന്ത്രി ഇവരെ അറിയിച്ചു. കുടുംബത്തിന് ആവശ്യമായ എല്ലാ സഹായവും നൽകുമെന്നാണ് മന്ത്രിമാരായ റോഷി അഗസ്റ്റിനും ചിഞ്ചുറാണിയും അറിയിച്ചിരിക്കുന്നത്. കൂടാതെ 1 മാസത്തേക്കുള്ള കാലിത്തീറ്റയും ഇവർക്ക് സൗജന്യമായി നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ മിൽമ സഹായമായി നൽകുന്ന 45,000 രൂപയുടെ ചെക്കും മന്ത്രി കൈമാറിയിട്ടുണ്ട്. ഇതെടുത്തു പറയത്തക്ക മറ്റൊരു കാര്യം, സർക്കാർ ഇവരെ ചേർത്ത് പിടിച്ച പോലെ തന്നെ സിനിമാ മേഖലയും സമൂഹവും എല്ലാം തന്നെ ഇന്നലെ തന്നെ പലരും ഇവർക്ക് സഹായമായി മുന്നോട്ട് വന്നിരുന്നു. കത്തോലിക്ക കോൺഗ്രസ് ഉൾപ്പെടെ ഒരു പശുവിനെ നൽകുമെന്ന് പറഞ്ഞിരുന്നു. ഇതുകൂടാതെ ഇന്ന് നടൻ ജയറാം 5 ലക്ഷം രൂപ നേരിട്ട് വീട്ടിലെത്തി കുട്ടികൾക്ക് കൈമാറി. മാത്രവുമല്ല നടൻ മമ്മൂട്ടിയും പൃഥ്വിരാജും ഇവർക്ക് സാമ്പത്തികമായി സഹായം ഇന്നോ നാളെയായിട്ട് നേരിട്ട് ദൂതൻ വഴി വീട്ടിലെത്തിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അത് ആകെ മൊത്തത്തിൽ ഈ കുട്ടികളെല്ലാവരും തന്നെ സമൂഹവും സിനിമാ മേഖല ഉൾപ്പെടെയുള്ളവർ തന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഈ കുട്ടികളുടെ പശുക്കൾ 13 ചത്ത് പോയതിന്റെ ഒരു വിഷമം ഉണ്ടെങ്കിലും ബാക്കിയുള്ളവരെല്ലാം തന്നെ ഈ കുട്ടികൾക്ക് വലിയൊരു സഹായവുമായി എത്തി. തൊഴിൽ ഉൾപ്പെടെ റെഡിയാക്കുന്നതിന് എന്ത് സഹായം വേണമെങ്കിലും സർക്കാർ ഭാഗത്ത് നിന്ന് ഉൾപ്പെടെ നൽകുമെന്നാണ് ഇന്ന് ഇവിടെ എത്തിയ മന്ത്രിമാരും ഉൾപ്പെടെ അറിയിച്ചിട്ടുള്ളത്. സ്ഥലം MLA PJ ജോസഫ് ഇന്ന് വൈകിട്ട് ഒരു പശുവിനെ നേരിട്ട് വീട്ടിലെത്തി കുട്ടികൾക്ക് കൈമാറുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇത്രയും സഹായം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ലെന്നാണ് ഈ കർഷകനായ മാത്യു ഇപ്പോൾ പ്രതികരിച്ചത്. ഇത് വലിയൊരു സഹായമാണ്. തന്നെ ചേർത്ത് നിർത്തി എല്ലാവരോടും നന്ദിയുണ്ട്. ഇനിയും കൂടുതൽ മെച്ചത്തോടെ തന്നെ ക്ഷീര മേഖലയുമായി മുന്നോട്ട് പോകുമെന്നാണ് മാത്യു പറയുന്നത്. ശരി, സാഗറാണ് വിവരങ്ങൾ പങ്കുവച്ചത്.